ഞാനിപ്പോ ആകെ കുടുങ്ങിയിരിക്കുക. എന്താ ഇപ്പൊ ഒരു 1-2 ദിവസത്തെ പണി കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പണി കയറുന്നു. അല്ല അനക്ക് ഏതെങ്കിലും കോൺട്രാക്ടേഴ്സിനൊക്കെ പോയി കണ്ടുവിടറോ ചങ്ങായി? അങ്ങട് ചെന്ന് പണി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂലിയും തരില്ല. അതിനെന്താണ് എടാ, ദിവസം പണി ഉണ്ടാവേ. പണി നേടുന്ന കാര്യം പൈസ ഉണ്ടേ, അതൊക്കെ കിട്ടും. ഇജ്ജ് പോയി കാണാൻ പഠിച്ചിട്ടാണേ. എന്തേ മണി വന്നു വാ വാ വാ. എന്ത് പണിയിലാണിത്? ഒരു കൈക്കോട്ടും കൂടി എടുത്തോ. ഞാനേ നിന്നൊന്ന് കാണാൻ വന്നാണ്. അതാ കണ്ടോ? അങ്ങനെ കാണാനല്ല, എന്താ പരിപാടി? നമ്മുടെ മറ്റേ സൈമൺ ഇല്ലേ, കാനഡയിൽ പോയേക്കണ. സൈമൺ? മറ്റേ പുതുപ്പാടിപ്പറമ്പിലെ സൈമൺ. ആ 4 കെട്ടും നടുമുറ്റമൊക്കെ വലിയൊരു കോമ്പൗണ്ടിൽ താമസിക്കാനല്ലേ, കാനഡയിലുള്ള സൈമൺ. അയാൾ വന്നിട്ടുണ്ട് ഒരാഴ്ചയായിട്ട്. ഒരുപാട് ബിസിനസ് ഉണ്ട് പുള്ളിക്ക് ഇവിടെ. ഗ്യാസ് ഏജൻസി, ബസ്, മെഡിക്കൽ ഷോപ്പ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പേ അയാളുടെ പഴയ തറവാട് ആ നിപ്പിൽ തന്നെ ഒന്ന് പുതുമോടിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പഴയ മരങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയത് പിടിപ്പിക്കുക, അതൊന്ന് പോളിഷ് ചെയ്ത് മെനയാക്കുക. അപ്പൊ അയാള് പുതിയതിനോട് താല്പര്യമില്ല പുള്ളിക്ക്. പഴയത് ഇങ്ങനെ നിലനിർത്തി അച്ഛനൊക്കെ ഉണ്ടാക്കി കൊടുത്താണല്ലോ. അപ്പൊ അതിന്റെ പണി പുള്ളി കൊട്ടേഷൻ കൊടുക്കണ്ടായിരിക്കും പണിയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, വാസൂട്ടി ഇങ്ങനെ പഴയ പണിയുടെ ഉസ്താദാണ് ഇയാളെന്നൊക്കെ പറഞ്ഞപ്പ നാളെ അയാളുടെ ഓഫീസിൽ ചെന്നൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാല് 1.5 ലക്ഷം രൂപ പണിക്കാശ് തന്നെ ഉണ്ടാവും അതില്. പക്ഷെ വേറൊരു പ്രശ്നം അതിനകത്ത്, ഇവൻ ഒരു ജാതി ഏരപ്പളിയാ. അതിന് അവനെ പണിയാനല്ല, അയാളുടെ മരം പണിതാ മതി. പൈസ തരണ്ടേ? എടാ അവൻ ഭയങ്കര പിശുക്കനാണ്. കൂലിയല്ലാന്ന്, ഇത് കൊട്ടേഷനാണ്. ആ കരാറ് തന്നിട്ട് അഡ്വാൻസ് നമ്മള് നമ്മുടെ റേറ്റ് ആദ്യം അങ്ങോട്ട് പറയാ, എന്നിട്ട് പോയാ മതി. പിശുക്കനാട്ടോ പറഞ്ഞു ശരിയാ. അയാള് പിശുക്കനാണ്. ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ടാക്കി വന്നപ്പോ അതൊക്കെ മാറി. ഞാനൊരു പണി പറയാ, നമുക്ക് നാളെ രാവിലെ ചെന്നിട്ട് നാളൊക്കെ പണിയില്ലാണ്ട് വെറുതെ കെട്ടി തിരിഞ്ഞിരിക്കാന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞാലേ ഞാൻ പണിയുമ്പോ. അതെടാ അതിപ്പോ 2 ദിവസത്തെ ഒരു പണിയുണ്ട്. വാസുട്ടേജ് ഇങ്ങനെ മടി പിടിച്ച കാര്യം നടക്കൂല കേട്ടാ. കുട്ടിയോള് പട്ടണ കൂട്ടാ. ഇതിനൊക്കെ വേണ്ടി ആളുകളോട് തെണ്ടി പണി ചോദിക്കണം. എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസമല്ല, നാളെ കാലത്ത് അയാളുടെ വീട്ടിൽ ചെല്ല. എന്നിട്ട് എന്തെല്ലാം പണിയുണ്ട്, എത്ര തച്ചു വരും, എന്ത് മരം വേണോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് ഒരു കൊട്ടേഷൻ അടിച്ചിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. നാളെ തന്നെ പോണോ? നാളെ തന്നെ പോണം. നല്ലൊരു കായിട്ടില്ലേ പണിന്ന് കേൾക്കുമ്പോ പേടിക്കണം. നാളൊരു പണി ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ചെറുകിട പണിയാ ചെയ്തതിൽ ഒരു ആശാരിമാരനെയാണ് ഏൽപ്പിച്ച് അതങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറയണോ. ആ കായ് വേണ്ടാന്ന് നോക്കണം. ഈ പണി എടുത്തൂടെ? പിന്നെ സൂപ്പർവൈസറായിട്ട് ഞാനും വരെ എനിക്കും എഴുതിയെടുത്ത് 1000 രൂപ വെച്ച്. അല്ല അതുണ്ടാവൂലോ. അപ്പേ നാളെ ഞാൻ വരും, നമുക്ക് അയാളുടെ ഓഫീസിൽ പോവാം. അതെ സാറേ, നമ്മുടെ വീടിന്റെ വർക്ക് മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മുടെ സുഹൃത്താണ് ഇത്, വാസൂട്ടി. ചെല്ലപ്പനാശാരിയുടെ മോനാണ്. ഓ, നമ്മുടെ ചെല്ലപ്പനാശാരി. നമ്മുടെ വീടിന്റെ പണിക്കെല്ലാം ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ വർക്കൊന്ന് അവന് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചെയ്യും, കൂടെയും കുറെ ആളുകളൊക്കെ ഉണ്ട്. ആണോ? എത്ര പേരുണ്ട് പണിക്ക് കൂടെ? പണിക്ക് അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിക്കും. നിങ്ങൾ എങ്ങനെയാണ്, തച്ചിനാണോ ചെയ്യുന്നത് അതോ കോൺട്രാക്ട് ആണോ ചെയ്യുന്നത്? രണ്ടിനും ചെയ്യാം. എന്ത് വേണേലും ചെയ്യാം സാറ്. എന്റെ താല്പര്യം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ട് ചെയ്യും. അല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. കൊത്തുപണി ആവശ്യം വരും. കുറച്ചൊക്കെ നമ്മുടെ പഴയ ഫർണിച്ചേഴ്സ് എല്ലാം നമുക്ക് ചീത്തയായിട്ടുണ്ട്. അതൊന്ന് ചെയ്യേണ്ടി വരും. കുറച്ചൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യാറ്. പിന്നെ വീട് കയറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വീട് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു കാഴ്ചയിൽ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, അകത്തേക്കൊന്നും കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വീട്ടിലോട്ട് വിട്ടോ. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം വൈഫിനെ. നിങ്ങൾ പോയിട്ട് എല്ലാം ഒന്ന് ചുറ്റി കാണും ഫുള്ള് നന്നായിട്ട്. കണ്ടതിന് ശേഷം ആ ആൻറ്റിക് പീസുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തടിയുടെ ആവശ്യം വന്നാൽ പറമ്പിൽ തേക്ക് മീട്ടിയപ്പോൾ നിൽപ്പുണ്ട്, അത് മുറിച്ചെടുത്തോ. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഈ പച്ചമരത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറുത്തെടുത്തിട്ട് ഉണങ്ങിയിട്ട് ചെയ്യാം. അതിന് സമയം കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് കിട്ടിയ, ഞാൻ എപ്പോഴാണ് ഓർത്തത്, എനിക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് വേറെ 2-3 എണ്ണം. അതിൽ ഇതിങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ തച്ചും നിങ്ങൾക്ക് എത്ര തടിയാവും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എനിക്കൊരു കൊട്ടേഷൻ തരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എനിക്ക് എല്ലാ കൊട്ടേഷൻ്റെ അകത്തും ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ പൈസയൊന്നും അല്ല വിഷയം, നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി. എനിക്ക് ആ പഴമ അങ്ങ് നിലനിർത്തുക. അത് ചെയ്യാം. അത് രീതി മാത്രം ഒന്ന് നോക്കിയാൽ. അതിനിപ്പോ മാത്രമേ ഉള്ളൂ സാറേ ഇവിടെ നമ്മുടെ പ്രദേശത്ത്. ചെല്ലപ്പനാച്ചിന്റെ മകനല്ലേ, അതിന്റെ കാണും. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഉണ്ട് അതിനകത്ത്. അദ്ദേഹം അന്ന് അവരുടെ കൂട്ടത്തിൽ പണിക്കുണ്ടായിരുന്ന ആളാണ്. സാർ അപ്പൊ വൈഫിനെ വിളിച്ച് പറയൂ. ഞാൻ പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് വീട് നോക്കാം. പൊട്ടേഷനൊക്കെ ആണെങ്കിലും വർക്ക് വാസൂട്ടിക്ക് തന്നെ കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ചെല്ലപ്പനാച്ചിയുടെ മകനാണ്, ഞാൻ പരിഗണിക്കും. അത് മതി, നോക്കാം. ശരി, വലിയ
എന്താ ഈ ബ്യൂട്ടിക്ക് ചുരിദാറൊക്കെ അതന്നെ. പക്ഷെ നല്ല സാധനങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അങ്ങനത്തെ കുറച്ച് പീസ് വെച്ച് നമ്മൾ കട ഒന്ന് അലങ്കരിച്ച് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ടൈലറിങ് ഷോപ്പുണ്ട്. ഒരു പെണ്ണിനെ ആ മ്യൂസിയം വെറുതെ കിടന്ന് തുരുമ്പ് പിടിക്കുക, ഒരു പെൺകുട്ടീനെ അവിടെ ഇരുത്തിയ അത് ചുരിദാറും അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നന്നായിട്ട് സാധനങ്ങൾ ചെലവാകും. പെൺകുട്ടീനെ ഇരുത്തണ നല്ലതാണ്. പരീക്ഷക്ക് സമയത്ത് കടയിൽ ചെല്ലാനും അത് തുറക്കാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടാവും. പോടാ എന്താ അതിന്റെ ഇടയിൽ തമാശ ഞാൻ പറഞ്ഞേ. എന്താ കടയിലൊന്നും പോയില്ലേ? എന്താ ഞാൻ മറ്റേ സൈമന്റെ വീട്ടിൽ പോയതല്ലേ? ഓ പോയി. ചായ കുടിക്കണ? ഏയ് ചായ വേണ്ട. കുടിച്ചോളൂ. ഞാൻ കുടിച്ചിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളൂ. വേണ്ടാണ്ട് വെച്ചേക്ക് കഴിച്ചോളൂ. വേണ്ടാന്ന്. അതെ സൈമന്റെ അവിടെ പോയി. അല്ല എന്നിട്ട് എന്ത് പറഞ്ഞു പണിയുടെ കാര്യം? അല്ല പണിയുടെ കാര്യം ഇപ്പൊ എന്താ വെച്ചാല് കുറെ സംഗതികൾ നേരാക്കാണ്ട്, പിന്നെ ചിലതൊക്കെ പറ്റ കേട് വന്ന് പോയിട്ടുണ്ട്. അത് അതേപോലെ മാറ്റി പണിയണം. അപ്പൊ പണി എന്തായാലും നമുക്ക് നല്ല അത്യാവശ്യം ചെയ്യാനുള്ള പണിയുണ്ട്. തിരക്കിടില്ല അത്. പക്ഷെ നീ പറഞ്ഞ പോലെ 1.5 ഉറുപ്പിയൊന്നും അല്ലത്. അത് കണ്ടവാനം പണി വരും. അത് കൊട്ടേഷൻ കൊടുക്കാനല്ല പറഞ്ഞ, നീ കണക്ക് കൂട്ടിട്ട് പറ. കണക്ക് കൂട്ടി എന്റെ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ഒരു 5 ഉറുപ്പിയെങ്കിലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ഒക്കുള്ളൂ. 5 ലക്ഷം 5 ലക്ഷം ഉറുപ്പിയ. അതെ. ഈ 5 ലക്ഷം രൂപ കിട്ടിയാല് നമുക്ക് എന്തെങ്കിലും തടയോ? നമുക്ക് തടയും, അതല്ലേ പറയണത്. അല്ല 5 ഉറുപ്പിക്കുള്ള പണിയുണ്ട്. അപ്പൊ 5 രൂപയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്ക്. അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഇജിപ്പോ 5 ലക്ഷം എന്നൊരു കമ്മച്ച കണക്ക് പറഞ്ഞതാണോ? അങ്ങനെ പറയൂ. അല്ല ഞാൻ പറഞ്ഞാണ്. കാരണം അതിലും കുറച്ചിട്ട് ആരെങ്കിലും പണി എടുക്കാന്ന് പറഞ്ഞാൽ അവര് ആ പണി അവർക്ക് കൊടുക്കും. അങ്ങനെയുണ്ട്. അത് ശരിയാണ്, പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി വരണവര് ഇനി അവിടെ പണിയെടുക്കാൻ വരണവര് ഇവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചാർജ് അവിടെ പറഞ്ഞാലാണ് ഇവനക്ക് ആ പണി കിട്ടുള്ളൂ. വേറൊരു കാര്യം ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇവൻ 5 ലക്ഷം രൂപയാണല്ലോ നമ്മൾ വെക്കാൻ പോണത്. നമുക്ക് ഒരു 7 ലക്ഷത്തിന്റെ ഒരു 6 ലക്ഷത്തിന്റെ ഓരോ കൊട്ടേഷനും കൂടി ആരുടെയെങ്കിലും പേരിൽ നമുക്ക് തന്നെ അവിടെ വെക്കാം. ആര് കൊണ്ടു കൊടുക്കും? അത് നമുക്ക് ആരെ കൊണ്ടെങ്കിലും വെപ്പിച്ചൂടെ? അപ്പൊ ആളെ വിളിപ്പിച്ചാലോ? വിളിപ്പിക്കൊന്നുമില്ല, നമ്പറൊന്നും നല്ല വ്യക്തമായിട്ട് വെക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് വെച്ചാൽ മതി. റൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മളാണ് വെച്ചെന്ന് അറിയോ? ഇല്ലാന്ന് വേറെ പേരിലും അഡ്രസ്സില് ആളെ വിട്ട് വെപ്പിക്കാം. അപ്പൊ നമ്മുടെ 5 ഒരു 7ഉം ഒരു 6ഉം വെപ്പിക്കാം. അപ്പൊ കുറവ് നമ്മുടെ അല്ലേ സംഗതി. അയാള് ഇപ്പൊ നമുക്കിപ്പോ ഈ പണി കിട്ടുന്നവരുള്ള ഒരു സൂത്രപ്പണിയാണ്. നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആര് വെക്കും? ആരെങ്കിലും ഒരാളെ എനിക്ക് വിശ്വാസമുള്ള ഒരാളെ. അതിനാളുണ്ടല്ലോ. എന്തിനാ പുറത്തു പോണ? നമുക്ക് ദൊരയില്ലേ? എന്താ അതിനുള്ള വകതിരിവൊക്കെ അവനുണ്ടോ? ആർക്ക് അവനാ? ഇവന്റെ പെങ്ങളെ കൊണ്ട് നടക്കണവന് വകതിരിവില്ലെന്നാ. അവള് പാർലറിൽ പോയി. ഇവിടെ അടിയും കിടിയൊന്നുമില്ല. ഞാൻ വിളിച്ചതേ നിനക്ക് പണിയുണ്ടോ ഇപ്പൊ? எங்க அழியன் ஏதோ ஒரு நாளைக்கு போனா போச்சு, வேலை இல்லை ஒன்றும் இல்லை, அது சொல்றது கஷ்டமா இருக்கு. അപ്പൊ നമുക്ക് വേലക്കുള്ള ഒരു മാർഗമുണ്ട്. നിനക്ക് 1-2 മാസത്തേക്കുള്ള വേലയുണ്ട് ഇവിടെ. നമ്മുടെ സൈമൺ മുതലാളിയുണ്ട്, കാനഡയിൽ നിന്ന് വന്നേണ. അപ്പൊ അയാളുടെ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു പണി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്ക് വാസൂട്ടിയുടെ കൂടെ ദിവസവും പണിക്ക് പോകാം. 1-2 മാസത്തെ പണിയുണ്ട്. അപ്പൊ ആ ക്ഷീണം അങ്ങോട്ട് മാറും. അപ്പൊ ഞാൻ പറയണത് നീ ഒന്ന് ചെയ്യണം. വാസൂട്ടി ഈ പണിക്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു കൊട്ടേഷൻ വെച്ചിട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ. 5 ലക്ഷം രൂപയുടെ. അപ്പൊ വാസൂട്ടിക്ക് തന്നെ ഇത് ഉറച്ച് കിട്ടണമെങ്കിൽ വേറെ ആളുകൾ ഇതിൽ കുറച്ച് വെച്ചാല് ആ വർക്ക് നമുക്ക് പോകും. അപ്പൊ ദോരയുടെ പേരില് ഞാനൊരു കൊട്ടേഷൻ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സൈമ മുതലാളിയുടെ ഓഫീസ് നിനക്ക് പറഞ്ഞു തരാം. നീ അവിടെ കൊണ്ടുപോയി വലിയ തച്ചനാണ്, തമിഴ്നാട്ടിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ നിന്റത് 7 ലക്ഷം രൂപക്കാണ് നമ്മൾ അടിച്ചേക്കണത്. മനസ്സിലായത്? 7 ലക്ഷം റുപ്യക്കെല്ലാം കൊട്ടേഷൻ കൊടുത്താൽ എനിക്ക് അപ്പടി വേല കിടക്കരുത്? കിടക്കാതില്ലേ? നിനക്ക് കിടക്കരുത്, അതിനല്ല അമ്മ കൊടുക്കണ. നിനക്ക് 7 രൂപയുടെ കൊടുക്കുമ്പോ നിനക്ക് കിടക്കാതെ വരും. അപ്പൊ കുറഞ്ഞത് വാസൂട്ടിയുടേത്. അപ്പൊ വാസൂട്ടിക്ക് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും കൂടി പണിയാ. മനസ്സിലായ? അതിന്റെ ഇടയിൽ ബുദ്ധി ആലോചിക്കണം. നിനക്ക് സ്ഥലം അറിയോ? സ്ഥലം അറിയോ സൈമൺ മോലാളുടെ? നമ്മുടെ അമൃത ടിവിയുടെ ഓഫീസ് ഇരിക്കേ, സ്റ്റുഡിയോ കൈമനം. അതിന്റെ മുമ്പിലൂടെ പോകുമ്പോ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, 3 നില വലിയ ബിൽഡിംഗ്. അതിൽ 1ാമത്തെ നിലയിൽ സൈമൺ മുതലാളിയുടെ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ചെന്നിട്ട് സൈമൺ മുതലാളിനെ കാണണമെന്ന് പറഞ്ഞാല് കയറ്റി വിടും. അവിടെ ചെന്ന് നീ ഈ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കുക.
നീ തഞ്ചാവൂരിലുള്ള വലിയ തച്ചനാണ്, കൊത്തുപണിയാണ്, പഴയ പണിയൊക്കെ പരമ്പരാഗതമായിട്ട് നിങ്ങൾ ചെയ്യണേണ്. ഇപ്പൊ അവസാന തലമുറയിലെ കണ്ണിയാണ്. നീ ഇതങ്ങോട്ട് കൊടുക്ക്. ഇങ്ങനെ കൂതറ വേഷത്തിൽ പോരുത്. നീ ആ വാസൂട്ടി സ്ഥാനം നോക്കാൻ പോണ ഒരു ജുബയൊക്കെ ഇല്ലേ, ആ ജുബയും വെള്ളം മുണ്ടും കുറിയൊക്കെ തൊട്ടെല്ലാം വൃത്തിയായിട്ട് അങ്ങോട്ട് ചെല്ല. മനസ്സിലായ? നീ അങ്ങോട്ട് കൊടുത്താ മതി, ബാക്കി ആള് പറഞ്ഞോളും. തഞ്ചാവൂർ തച്ചനായിട്ട് നാളെ പോയിട്ട് ഇത് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താ മതി. சார் நீங்க சொன்ன மாதிரி நான் போய் உங்க வீடு பார்த்தேன். ரைட். இந்த 2 நில மாடி வீடு ரொம்ப நல்லா இருக்குது. ஆனா அது பழசா இருக்குது. இந்த பாரம்பரியമായ கொத்து வேலையோட நமக்கு அந்த ஜன்னல் கட்டளை மேசை இதெல்லாம் மாற்றணும். வீட்டிலும் தேக்கில எல்லாம் நமக்கு செய்யலாம். நீ சார் சொன்னீங்கன்னா சந்தனத்தில் வர செய்யலாம். என் வீடு வந்து தஞ்சாவூர். இந்த தஞ்சாவூர் பேலஸ் இருக்குது இல்லைங்க, அது வந்து என் பாட்டன் முத்தசன் செய்தது. பாரம்பரியமாயிட்டு நாங்கள் இந்த மரத்திட்ட வேலை செய்யறவர். அப்படியா? ஆமா, ஊர்ல எனக்கு நிறைய கொட்டேஷன் எல்லாம் இருக்கு, நிறைய வேலை இருக்குது. ஆனா கேரளாவில் தஞ்சாவூர் மாடல்ல கொத்து பணியில ஒரு வீடு இது மாதிரி கொட்டேஷன் எடுத்து செய்யணும்னு ஆசை. கிட்டத்தட்ட இதுக்கு ஒரு 10-15 லட்சம் வரும் எங்க ஊர்ல இருந்தா. ஆனால் கேரளாவில் பிஸ்னஸ் பண்ணணுங்கிறதுக்காகத்தான் நான் ഏറ്റവും கம்மியாயிட்டு 7 லட்சம் ரூபாயோட ஒரு கொட்டேஷன் கொடுத்தேன். தஞ்சாவூர் மாடல் எப்படி பண்ண முடியுங்க? இது கேரளா ஸ்டைல் பண்ணி வீடு தானே. அதே அதில் வந்து நம்ம கட்டளை ஜன்னல் எல்லாம் மாற்றி தஞ்சாவூர் சிற்பக்கலையில் நம்ம கொத்து வேலை செய்து அப்படியே அசந்து நிற்கிற மாதிரி செய்யும். அப்படியா? ஆமா, ரைட். இது நான் சொன்னல பாரம்பரியமாய் செய்யறது. பின்ன இந்த ஊர்ல நிறைய வேலை கிடைக்கணும், அதுக்காக செய்யற ஒரு ரிஸ்க் இது. ஆமா ஆமா. சரி, ஒரு காரியம் நீங்களே ஸ்டார்ட் பண்ணுங்க. ஆனா ஒரு வாரத்துக்குள்ள பண்ணணும். ஒரு வாரத்துக்குள்ள ஸ்டார்ட் பண்ணணும். இவ்வளவு தொழிலாளர் வேலைக்கு ஆளு எவ்வளவு பேருக்கு? எத்தனை திவசத்துக்குள்ள இது முடிக்கும்? இது 1 வீக் உங்களுக்கு ஸ்டார்ட் பண்ணா 45 டேஸ்க்குள்ள முடியணும். 45 டேஸ்க்குள்ள முடியணும். அப்படின்னா ஒரு 10-25 பேரை வேணா நமக்கு தஞ்சாவூர்னு கொண்டு வரலாம் தச்சமாரே. சரி, பண்ணுங்களேன், நல்லா இருக்கட்டும். ஒரு விஷயம் என்னங்க, இதுக்கு எனக்கு பணம் ஒன்றும் பிரச்சனை கிடையாது. ஆனா குவாலிட்டி, நீங்க இந்த தஞ்சாவூர் மாடல் இதுக்குள்ள அகாமடேட் பண்ணணும்னு சொல்லலையா? அதை அகாமடேட் பண்ணி எப்படின்னு பார்க்கணும். சரி, நம்ம எக்ரிமெண்ட் போடணும். எக்ரிமெண்ட் போடும்போ இந்த தஞ்சாவூர் மாடல் எப்படி இருக்கும்னு கரெக்டா எழுதி தான் போடும். ஆனா 1 வீக்குக்குள்ள ஸ்டார்ட் பண்ணிடு. எக்ரிமெண்ட் நாளைக்கு வந்து ஒப்பிடு, தயாராக்கி வைக்கலாம். ஓகே, ரைட். சரி, அப்போ இந்த கொட்டேஷன் எனக்கு உங்களுக்கு தான். ரைட். மத்தாரும் வரலையா இங்க? அதுக்கு எனக்கு ஒரு 5 லட்சத்துக்கும் 6 லட்சத்துக்கும் எல்லாம் ஆள் வந்திருக்கும். ஆனாலும் உங்களோட இந்த ஒர்க், இந்த பேஸ், தஞ்சாவூர் மாடல் அதுதான் எனக்கு நல்லா இருக்கு. நீங்க பண்ணுங்களேன், நல்லா இருக்கட்டும். எக்ரிமெண்ட்ல இருக்கும், அது இருக்கும். தஞ்சாவூர் மாடல் அதுக்குள்ள எப்படி அகாமடேட் பண்ணணும்னுள்ளதான் விஷயம். அப்படி பண்ணுங்களா? அப்ப நான் தான் பண்ணணும். நீங்க தான் பண்ணுங்க. ரைட். ശരി. എൻ്റെ പരികുട്ടിയെ സമയം ഇപ്പം എത്രയും ഒരു കാര്യത്തിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരില്ലേ സാധാരണ ആളുകൾ ചെയ്യാ. സാധാരണ ആളല്ലല്ലോ വരുന്നേ. എവിടെങ്കിലും കള്ളും കുടിച്ച് കിടക്കണ്ടാവും. അല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് പോയതല്ലേ, ഇതിനൊക്കെ സംസാരിക്കാണ്ടാവും കുറച്ചൊക്കെ. എന്ത് സംസാരിക്കും? അല്ല, വീട്ടിൽ പോയി അത് നോക്കി അതിന്റെ കൊട്ടേഷൻ മേടിച്ച് കൊടുക്കേണ്ട കേസുകൾ ഇത്. അല്ല, കള്ളു കുടിച്ചിട്ട് ഞാൻ അവരുടെ അവിടെ പോയി കാഞ്ഞാൽ മതി. അതാണ് ഇപ്പൊ നമുക്ക് പേടി. എന്താ വരുമ്പോ വരും. അല്ല, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല, എന്താ ഏതാന്നൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണേ എന്താ സംഭവം പറച്ചറബ്. ഞാനേ ഈ പുതിയ വല്ല പ്രതിമ ഇവിടെ പണിത് വെച്ച കഴിയാറ്റി ഒന്നും മിണ്ടിക്കൂടാ ചങ്ങായി. എന്താണ് വലിയ ഗമയിലാണല്ലോ. എന്താ പോയ കാര്യം പറയാൻ എന്തായിരുന്നു? ഇതാരും സ്വാധീനിരുന്നാളാ എന്റെ അളിയാ. இந்த சைம முதலாளி இல்ல, பெரிய முதலாளி. நம்ம நினைச்ச மாதிரி இல்ல. நீ 5 ரூபாய்க்கு தானே கொட்டேஷன் வச்ச, அப்புறம் நம்மள 7 ரூபாய்க்கு கொட்டேஷன் வச்சிச்சுல. அந்த 7 லட்சம் ரூபாய்க்கு எனக்கு வேலை கிடைச்சாச்சு. അത് തകർത്ത്. ഇപ്പൊ വേഷം മോശമായില്ല. അതെങ്കിലും നന്നായി. പക്ഷെ ഒരു അബദ്ധം പറ്റിയാളിയാ. അളിയനൊരു 10 രൂപയ്ക്ക് കൊട്ടേഷൻ വെച്ചിട്ട്
நான் ஒரு 15 லட்சம் ரூபாய்க்கு கொட்டேஷன் வச்சிருந்தா நமக்கு 15 ലക്ഷം രൂപ கிடைச்சிருக்கும் அது போச்சு എന്ത് മണ്ടത്തരാ നീ പറയണത്? ഇത് വേറൊരാളെ പോക്കലിരിക്കണ പൈസ വെറുതെ കിട്ടണമെന്ന് വിചാരിച്ചു. അതല്ല അയാളെ ആള് വേറെ ഇരട്ട തോക്കായിരിക്കണ അവിടെ. இல்லன்னே காசு எவ்வளவு வேணாலும் செலவு பண்ணலாம்னு அந்த ஆளை பார்த்தாலே தெரியுது பேசுது அப்படியே പേശിത് അപ്പടിയെ അതിനുള്ള പണി അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, അതൊക്കെ അയാൾക്കും അറിയാം. இதுதான் பொழைக்க முடிய தெரியலன்னு சொல்றது. 5 ലക്ഷം രൂപയ്ക്കുള്ള പണി ചെയ്താ പോതും, மீதி 10 ലക്ഷം കയ്യിൽ വെച്ചിരിക്കലാമല്ലേ? അല്ല എന്തിനാട്ടത് ഇപ്പൊ ഇജ്ജ് പറഞ്ഞ മാതിരി 5 ലക്ഷത്തിന് തീരുന്ന പണിയല്ലേ? ആ പിന്നെന്താ, അതൊക്കെ തീരും. 7 ലക്ഷം കിട്ടിയില്ലേ? പിന്നെ ആ മതിയില്ലേ? നന്നായില്ലേ? ഇനിയിപ്പോ ഇനിയിപ്പോ 3-4 പണിക്കാർ എന്റെ കയ്യിലുണ്ട്. അത് നല്ല കറ തീർന്ന പണിക്കാരാ. പിന്നെ അച്ഛന്റെ കണക്ഷനിൽ ഒരു കക്ഷിയുണ്ട്. അയാളെയും കൂടെ ഇതിനകത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാല് നല്ലതാ. ആ പഴയ ഐഡിയ എന്തെങ്കിലും എടുക്കാം ഇവിടെ. ആ കൊത്തുപണിയുടെ ചില സംഗതികളൊക്കെ മൂപ്പരുടെ കയ്യിലാണ്. അതിന്റെ കൊറേ പഴയ പണികളുണ്ട്. നല്ല അത് അയാളൊന്ന് പൊക്കണം. അപ്പൊ നമുക്കിത് എത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം? 45 days. ഇംഗ്ലീഷൊക്കെ ആയോ? അവിടെ പോയി വന്നപ്പോ അല്ല അത് അന്ത മുതലാളി சொன்னது അല്ലാണ്ട് എനക്ക് தெரியாது. അപ്പൊ ഈ 45 ദിവസത്തിന്റെ ഉള്ളിൽ പണിയണമെന്നുണ്ടെങ്കിൽ പണിയാട്ടോ. അപ്പൊ ഇനി ആളെ കൂട്ടണം. അല്ല എത്രയും പെട്ടെന്ന് പണി തീർത്താ കാശ് ലാഭിക്ക. അതല്ലേ ഇജ്ജ് നോക്കണ്ടേ? പണിക്കാരെണ്ണം കൂടണെങ്കിൽ കൂടിക്കോട്ടെ. അതിനിപ്പോ എന്താണ്? ഒരു 8-10 പേരുടെ പണി പോയി. അത് ഒരു 10 പേരെയും കൂടി ഇപ്പൊ നമുക്ക് അതിൽ പിടിക്കണം. അത് ഇട്ടോന്നേ എത്രയും പെട്ടെന്ന് തീർക്കാ. എന്നിട്ട് ആ കായ് നമ്മള് തരാറല്ലേ? അതെ, എത്ര പേര് പണിത് എന്താണ്? അതെ, ആളെ കൂട്ടാം. ഒരുവൻ മുതലാളി നിனைப்பவனே മാളി, ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവർ തൊഴിലാളി. അളിയാ, എവിടെ പോണം? കോയമ്പത്തൂർ പോണം. കോയമ്പത്തൂർ പോണം. ആമാ. എന്തിന്? வேலைக்கு 4 ஆளை விളിக்கணும்ல. ഏയ് നാളെ മറ്റേ സൈമൺ സാറിന്റെ പണി തുടങ്ങണ്ടേ? ஆமா, அதுக்கு தான் 4 ആളെ கூப்பிடுறதுக்கு போறேன். അതിനെന്തിനാ നീ ആളെ കൂപ്പിടാൻ വേണ്ടി അങ്ങോട്ട് പോണത്? அடியா 7 லட்சம் ரூபாயோட வேலை தானே, அதெல்லாம் நல்லா செய்ய வேணாமல்ல. நல்ல பணிக்காரர் இருக்குது கோயம்புத்தூர்ல. என் ஃப்ரெண்ட் அவரு 4-5 பேர், அவர் 6-7 പേർ இருக்கிறோம். വേണം വാങ്ങിട്ട്. അല്ല അതൊക്കെ ഇന്നലെ വിളിച്ച് പറഞ്ഞല്ലോ ഞാന്. ആരെ വിളിച്ചു പറഞ്ഞു? അച്ഛന്റെ കൂട്ടുകാരായിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാർ, പിന്നെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ. പിന്നെ എന്തിനാ നീ ആളെ വിളിക്കാൻ പോണത്? നീ അത് എതുക്ക് അളിയൻ വിളിച്ചത്? പിന്നെ ഞാനല്ലാണ്ട് പിന്നെ ആരാ വിളിക്കേണ്ടത്? நான் தானே விളിക്കണോ? നീ വിളിക്കണോന്ന്? ஆமா, எனக்கு தான் கிடைச்சது. 7 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഞാൻ വെച്ചത് தானே അവർക്ക് എടുത്തത്. നിന്റെ 5 ലക്ഷത്തിന്റെ കൊട്ടേഷൻ തള്ളി അടിച്ചില്ലേ? അപ്പൊ ഞാൻ തന്നെ ആളെ വിട്ട് இந்த വേല ചെയ്യണോ? നീയേ ചെയ്യണോ? ഞാൻ നിന്റെ ആരാണ്? അളിയൻ. ഈ പണി ആർക്കാണ് കിട്ടിയത്? എനക്ക്. നിനക്കാ? ആമാ. എടോ, എനിക്ക് കിട്ടിയിട്ടുള്ള 5 ലക്ഷം രൂപയുടെ പണി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആമാ. പിന്നെ എന്താ ഇപ്പൊ നീ ഇങ്ങനെ വേഷം മാറണം? എന്താണ് അത് ഉറപ്പിക്കാൻ 5 ലക്ഷത്തിന് കണക്കില്ലല്ലേ? അത് 7 ലക്ഷത്തിന് എന്നെ നമ്പിട്ട് இந்த സൈമൺ മുതലാളി എനിക്ക് തന്നെ ഉറപ്പിച്ചത്. അപ്പൊ ഞാൻ തന്നെ വേല ചെയ്യണോ? ഇറങ്ങ്. ഇറങ്ങ്. പോവാണ്. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? அடியா நீ இப்படி கத்துற நீ? பின்ன நான் இத்தனை நாள் உன் கூட பைய தூக்கிட்டு இப்படி ஹெல்ப்பரா வேலைக்கு வந்தல. இந்த வேலை முடியற வரைக்கும் நீ பைய தூக்கிட்டு என் கூட ஹெல்ப்பரா வந்துரு. டெய்லி 700 രൂപ തരാം. നീ ഇപ്പൊ ചെയ്ത പണിക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? നിന്റെ ചെവിക്കല്ല് നോക്കി പടക്കണം. നീ அந்த மாதிரி எல்லாம் பயப்படுத்தாத. நான் இப்ப பழைய துறையல்ல, 7 ലക്ഷം രൂപയുടെ മുതലാളി നാണ്. ഇറങ്ങി പോണേ. എന്നടാ എന്നെ നീ എന്നെ വീട്ടിൽ ഇറങ്ങി പോണോ? എന്താ വാസു? അസൂയ ഒരാള് നല്ല അവർക്ക് അസൂയ. അല്ല നിങ്ങൾ നേരം വെളുക്കുമ്പോ തുടങ്ങിയല്ലേ? ഇത് എന്ത് ബഹളാണ്? ഒരു വീടല്ലേ ഇത്? എന്തെങ്കിലും കാട്ടി വിട്ടേ? 6 പേരിൽ ന്യായം இருக்குன்னு சொல்லு. എന്ത് ന്യായം? ഇവർ 5 രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്. സൈമൺ മുതലാളി വേണാന്ന് சொல்லி മോത്തെറിഞ്ഞു വിട്ടിച്ച് 7 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ ഞാൻ താനെ വേല ചെയ്യണം. അല്ല നിക്ക് അനക്ക് അങ്ങനെ ഇത് കിട്ടണത് ഞങ്ങളല്ല എന്നെ പറഞ്ഞു വിട്ടേ. ആമാ, കൊട്ടേഷൻ കൊടുത്തത് ഞാൻ താനെ. കൊട്ടേഷൻ കൊടുക്കാൻ എന്നെ ഞങ്ങള് വിട്ടതല്ലേ? എന്നോട് എന്താ പറഞ്ഞത്? വാസുട്ടിക്ക് കിട്ടിയ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അന്നെ ഒന്ന് അതിന് മുമ്പ് വിട്ടിട്ട് കൂടുതൽ കാശ് പറയാൻ വേണ്ടിട്ട് വിട്ടല്ലേ? അപ്പൊ ആ പണി കിട്ടി കഴിഞ്ഞാല് എന്ത് വേണം? ഈയോ മറ്റേ വാസുട്ടിക്ക് ആ പണി കൊടുക്കണ്ടേ? 5 ലക്ഷം രൂപയ്ക്ക് ആ ജോസൂട്ടിക്ക് കിട്ടിയ വർക്കാണ്. അതാണ് ഇവനെ ഏൽപ്പിച്ചായി. ആ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അന്നെ വിട്ടായി. പിന്നെ എങ്ങനെ അന്റെ വർക്കാണ്? നമ്മുടെ എല്ലാ പ്രതീക്ഷയും പോയി. നമ്മള് 7 ലക്ഷം രൂപക്ക് വർക്ക് കിട്ടിയപ്പോ സന്തോഷിച്ചില്ലേ? ഇപ്പൊ ആ പണി അവര് വേണ്ടാന്ന് വെച്ചെന്ന്. ഗംഭീരായി പറയണത്. ചെങ്ങായി ഇവിടെ വേണ്ട പുകിലായിരുന്നു. ഇവിടെ എന്താ വേളച്ചേട്ടാ? ഓനെ നമ്മൾ ഈ പണി ഉറപ്പിക്കാൻ വിട്ടില്ലേ? അപ്പൊ 7 ലക്ഷത്തിന് കിട്ടിയ വർക്ക്
ഓന്റെ അല്ല അത് ഇവന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. ഇവൻ പണിക്കാരനെ വിട്ടിട്ട് ഇപ്പം പണിയിപ്പിക്കൂത്രേ. അത് ശരി, ഇവൻ ദൂരേണ്, ദൂരല്ല. ആ ഇപ്പൊ നന്നായില്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക്? அது அப்படி ஒன்றும் அவருக்கு எனக்கு வேலை தராம இருக்க முடியாது. 10,000 ரூபாய் எனக்கு அட்வான்ஸ் தந்தது. എടാ ദൊരെ, ആ സൈമൺ സാറിന്റെ ഭാര്യ സമ്മതിക്കണില്ല. അയാൾക്ക് പഴയത് പുതുക്കി പണിയാനാണ് താല്പര്യം. ഇവര് പറയണ പഴയത് വേണ്ട, മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ബിൽഡിംഗ് വെക്കാനാണ് പരിപാടി. ആ പണി വേറെ ഏതെങ്കിലും തട്ടികൾ പോയി എടുത്തോട്ടെ. എന്നാ പോയി ചെയ്തോ. அதான் அப்ப எனக்கு 10,000 ரூபாய் கிடைச்சிருச்சுல அட்வான்ஸ். ആ 10,000 രൂപ നീ എടുത്തോ, അതൊന്നും അവർ അന്വേഷിക്കൂല. ഇനി പോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്റെ ആർത്തി അന്റെ ദുരനുഭവം പറഞ്ഞ മാതിരി ഇതൊക്കെ കാരണം കേട്ടോ. ഇത് അടിയുടെ